Dear students, മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ യൂണിറ്റ് 3-ലെ ബാക്കിയുള്ള പോർഷൻസ് ആണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റം. എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റം? ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സെല്ലുകൾ, അതുപോലെ തന്നെ പ്രോട്ടീനുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവയൊക്കെ അടങ്ങുന്നതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ ഹാംഫുൾ ആയിട്ടുള്ള ഇല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇവയോടൊക്കെ പൊരുതി നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷി നൽകുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണ്. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അബ്നോർമൽ കണ്ടീഷനാണ്. where one's ability to fight infection is decreased. This can be due to disease process, certain medication or a condition present at birth. അതായത് ഈ ഒരു അബ്നോർമൽ കണ്ടീഷനിൽ നമ്മുടെ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് പ്രതികരിക്കാനായിട്ട് പറ്റുന്നില്ല. ഇത് എന്താണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അസുഖം വന്നിട്ടുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ചില മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ബർത്തിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്ന എന്തെങ്കിലും കണ്ടീഷൻസ് കൊണ്ടോ ആവാം. നെക്സ്റ്റ് പറയുന്നത് ഇംപെറ്റിഗോ ആണ്. ഇംപെറ്റിഗോ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ സ്കിൻ ഇൻഫെക്ഷൻ ആണ്. ഇതിൽ നമുക്ക് എന്താണ് ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വരുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് പസ് ഫിൽഡ് ബ്ലിസ്റ്റേഴ്സ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നു. നെക്സ്റ്റ് ഇൻഫ്ലമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീർമതകൾ ഉണ്ടാവാം. ഈ വീർമതയുള്ള ഭാഗത്ത് റെഡ്നെസ് ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും, ചൂട് അനുഭവപ്പെടും, നല്ല വേദന അനുഭവപ്പെടും. കെമിക്കൽ ഓർ ഫിസിക്കൽ ഇഞ്ചറി, ഇൻഫെക്ഷൻ ഓർ അലർജിക് ഇൻഫെക്ഷൻ. നമുക്ക് ഫിസിക്കൽ ഇഞ്ചറീസിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവാം? ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ, അലർജിക് റിയാക്ഷൻസ് ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് എന്ത് സംഭവിക്കാം? ഇൻഫ്ലമേഷൻസ് നമ്മുടെ ശരീരത്തിൽ വരാം. നെക്സ്റ്റ് പറയുന്നത് കെലോയിഡ് ആണ്. കെലോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു ഫേമായിട്ട് ഒരു സ്കാർ ടിഷ്യൂ ഇലവേറ്റ് ചെയ്ത് വരുന്ന കണ്ടീഷനാണ്. ഇത് ദാറ്റ് എക്സ്റ്റെൻഡ് ബിയോണ്ട് ദ നോർമൽ സ്കാർ ടിഷ്യൂ. ഇത് നമ്മുടെ ശരീരത്തിലുള്ള നോർമൽ ആയിട്ടുള്ള സ്കാർ ടിഷ്യൂസിന് താഴെയായിട്ടായിരിക്കും കാണപ്പെടുന്നത്. നെക്സ്റ്റ് പറയുന്നത് കെരാറ്റിനോസൈറ്റ്സ് ആണ്. കെരാറ്റിനോസൈറ്റ്സിന് നമുക്ക് മറ്റൊരു പേര് വിളിക്കുന്നത് സ്ക്വാമസ് സെൽസ് എന്നാണ്. ഇതെന്ന് പറയുന്നത് ഒരു എപ്പിഡെർമിസ്, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഔട്ടർ ലെയറിലാണ് ഒരു സ്ക്വാമസ് സെൽസ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് പറയുന്നത് കെരാറ്റോസിസ് പിലാരിസ് ആണ്. ഈ ഒരു കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള സ്കിൻ കണ്ടീഷനാണ്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ സ്കിന്ന് കാണപ്പെടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്മോൾ പോയിൻറ്റഡ് ബംസ് നമ്മുടെ ബാക്ക് ആൻഡ് സൈഡ് ഓഫ് ദ അപ്പർ ആംസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് കാരിയോൺ ആണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഇൻഫ്ലെയിംഡ് ടെൻഡർ ലീഷനാണ്. അത് നല്ല കട്ടിയുള്ള ഒരു നന്നായി വീർത്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അത് സാധാരണയായിട്ട് റിംഗ് വേം നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ വരുന്നത് മൂലം ഉണ്ടാവുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണ് ഇത്. നെക്സ്റ്റ് ലെൻറ്റിജിൻസ് ആണ്. ലെൻറ്റിജിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൗൺ സ്പോട്ടുകൾ, ഇൻക്രീസ്ഡ് നമ്പേഴ്സ് ഓഫ് എപ്പിഡെർമൽ മെലാനോസൈറ്റ്സ്, അതായത് ബ്രൗൺ സ്പോട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. നെക്സ്റ്റ് ലൈസ് എന്ന് പറയുന്നത് ഒരു ടൈനി പാരസൈറ്റ്സ് ദാറ്റ് ക്യാൻ ഇൻഫെസ്റ്റ് ദ സ്കിൻ ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻറ്റൻസ് ഇച്ചിങ്. ലൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെള്ളെന്നൊക്കെ നമ്മൾ പറയും. ഒരു ചെറിയൊരു പാരസൈറ്റ് ആണ്, നമ്മുടെ സ്കിന്നിലാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും. നെക്സ്റ്റ് പറയുന്നത് ലിഞ്ചനിഫിക്കേഷൻ ആണ്. ലിഞ്ചനിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് തിക്കനാവുന്ന അല്ലെങ്കിൽ കട്ടിയാവുന്ന ഒരു കണ്ടീഷനാണ്. ലിപ്പോമാസ് എന്ന് പറയുന്നത് റൗണ്ട് അല്ലെങ്കിൽ ഓവലായിട്ടുള്ള ലംസുകൾ നമ്മുടെ അണ്ടർ ദ സ്കിൻ കോസ്ഡ് ബൈ ഫാറ്റി ഡെപ്പോസിറ്റ്, നമ്മുടെ സ്കിന്നിന് അടിയിലായിട്ട് ഉണ്ടാവാം. ഇതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റിൻ്റെ ഡെപ്പോസിഷനാണ്. നെക്സ്റ്റ് ലിംഫാജിയോമ കണ്ടീഷനാണ്. ഇതെന്ന് പറയുന്നത് ഒരു യെല്ലോ ടാൻ ഓർ റെഡ് മാർക്ക് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻലാർജ്ഡ് ലിംഫാറ്റിക് വെസൽസിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു കണ്ടീഷൻസ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് മാക്യുലാർ സ്റ്റെയിൻസ് ആണ്. മാക്യുലാർ സ്റ്റെയിൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് മറ്റൊരു പേര് വിളിക്കാനായിട്ട് പറ്റുന്നത് ഏഞ്ചൽസ് കിസ്സസ് ഓർ സ്റ്റോർക്ക് ബൈറ്റ്സ് എന്നാണ്. ഇതെന്ന് പറഞ്ഞെങ്കിൽ നമുക്കൊരു ചെറിയൊരു റെഡ് മാർക്ക് വീണ് കഴിഞ്ഞിട്ട് റെഡ് മാർക്ക് ദാറ്റ് അപ്പിയർ ഇൻ ദ സ്കിൻ, നമ്മുടെ സ്കിൻ അറ്റ് ബർത്ത്, നമ്മുടെ ശരീരത്തിൽ, അതായത്
എന്താണ് നമ്മുടെ ശരീരത്തിൽ ജനിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കാണുമെങ്കിലും വലുതാവും തോറും നമുക്ക് റെഡ് മാർക്ക് കൂടുതലായിട്ട് വരുന്നൊരു കണ്ടീഷനാണ്. നമുക്ക് ഈ ഒരു ഏഞ്ചൽസ് കിസ്സസ് എവിടെ നിന്ന് നമുക്ക് ഫോർഹെഡിലും അതുപോലെ തന്നെ ഐലിഡ്സിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഫോർഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റിത്തടത്തിലും അതുപോലെ തന്നെ ഐലിഡ്സിലൊക്കെ കണ്ണിൻ്റെ പോളകളിലൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. സ്റ്റോർക്ക് ബൈറ്റ്സ് ആർ മാർക്ക് ഓൺ ബാക്ക് ഓഫ് ദ നെക്ക്. സ്റ്റോർക്ക് ബൈറ്റ്സുകൾ നമുക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലായിട്ടാണ് കൂടുതൽ കാണപ്പെടുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്യൂളാണ്. മാക്യൂൾ എന്ന് പറയുന്നത് ഒരു സ്മോൾ വേർഷൻ ഓഫ് പാച്ചിനെയാണ് മാക്യൂൾ എന്ന് പറയുന്നത്. ഈ ഒരു മാക്യൂള കാണപ്പെടുന്ന ഭാഗത്തൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്കളേർഡ് സ്പോട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് മാലിഗ്നൻ്റ് മെലാനോമ എന്ന് പറയുന്നത് റയർ ആയിട്ടുള്ള പക്ഷേ ബട്ട് സംടൈംസ് ഡെഡ്ലി സ്കിൻ ക്യാൻസർ ആണ് മാലിഗ്നൻ്റ് മെലാനോമ എന്ന് പറയുന്നത്. സ്കിൻ ക്യാൻസർ that begins as a mole that turns cancerous. അതായത് നമുക്ക് ഈ ഒരു കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്താണ് ക്യാൻസർ ആവാനായിട്ടുള്ള സാധ്യത ഉണ്ടാവില്ല. പിന്നീട് അതിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ നടക്കുമ്പോൾ ഒരു ക്യാൻസറസ് ടിഷ്യൂസ് ആയിട്ട് ഇത് മാറുന്നു. നെക്സ്റ്റ് മെലാനോസൈറ്റ്സ് ആണ്. മെലാനോസൈറ്റ്സ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന എന്താണ് കാണപ്പെടുന്ന സെല്ലുകളാണ്. റയർ ബട്ട് സംടൈംസ് ഡെഡ്ലി സ്കിൻ ക്യാൻസർ ദാറ്റ് ബിനൈൻ ആസ് എ മോൾ ദാറ്റ് ടേൺസ് ടു ക്യാൻസറസ്. മെലാനോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സെൽസ് പ്രസൻറ്റ് ഇൻ ദ എപ്പിഡെർമിസ് ദാറ്റ് പ്രൊഡ്യൂസ് മെലാനിൻ. അതായത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പിഡെർമിസിലാണ്. അതെന്തിനെ റിലീസ് ചെയ്യുന്നു? മെലാനിനെ റിലീസ് ചെയ്യുന്നു. അതായത് നമ്മുടെ സ്കിൻ പിഗ്മെൻറ്റിനെ റിലീസ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് മെലാസ്മ എന്ന് പറയുന്ന കണ്ടീഷൻ. ഇതെന്ന് പറഞ്ഞാൽ ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ സിമെട്രിക് പാച്ചസ് നമ്മുടെ ഫേസിൽ ഉണ്ടാവുക എന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മിലിയ ആണ്. മിലിയ എന്ന് പറയുന്നത് ഒരു ടൈനി വൈറ്റ് കെരാറ്റിൻ ഫിൽഡ് സിസ്റ്റുകൾ നമ്മുടെ ഫേസിൽ കാണപ്പെടുന്ന ഒരു കണ്ടീഷനാണ്. നമുക്ക് ഇത് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിലൂടെ നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് മോൾസ് എന്ന് പറയുന്നത് ഒരു സ്മോൾ ആയിട്ടുള്ള സ്കിൻ മാർക്കാണ്. ഇതിന് കാരണമാവുന്നത് നമ്മുടെ സ്കിന്നിൽ പ്രൊഡ്യൂസ് ആവുന്ന പിഗ്മെൻറ്റുകളാണ്. നെക്സ്റ്റ് മൊങ്കോളിയൻ സ്പോട്സ് എന്ന് പറയുന്നത് ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് മാർക്ക് നമ്മുടെ ലോവർ ബാക്ക് അതുപോലെ തന്നെ ബട്ടക്സിലൊക്കെ ഉണ്ടാവുന്നതാണ്. സാധാരണയായിട്ട് അമേരിക്കൻസിൽ അതുപോലെ തന്നെ ഏഷ്യൻ ചിൽഡ്രൻസിലൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് പറയുന്നത് മോൺസിയൽസ് സൊല്യൂഷൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫെറിക് സബ് സൾഫേറ്റ് ആണ്. സാധാരണയായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത് ഡെർമറ്റോളജി സെക്ഷനിലാണ്. സാധാരണ ഇതിൽ നമുക്ക് എന്താണ് കൊയാഗുലേറ്റ് ബ്ലഡ് ആഫ്റ്റർ ബയോപ്സിസ്. നമ്മുടെ ബയോപ്സിക്ക് ശേഷം നമ്മുടെ ബ്ലഡിനെ കൊയാഗുലേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്.